ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എന്താ പറയാൻ പോണേ അറിയോ? ഈന്തും പിടീനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോണേ. ഈന്തും പിടിയും ബീഫും. അപ്പോൾ മലബാറിൽ പണ്ട് മുതലേ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്നൊരു സംഭവമായിരുന്നു ഈന്തും പിടി. ഈന്തും പിടിയും ബീഫ്, ഈന്തും പിടി ചിക്കൻ, ഈന്തും പിടി പിന്നെ മീൻ, ഇതൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈന്തും പിടി. അപ്പോൾ ഈന്തും പിടി എന്ന് പറഞ്ഞാൽ ആർക്കും ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നുണ്ടാവില്ല. ചിലപ്പോൾ ഈ പുതിയ തലമുറയ്ക്കൊന്നും ചിലപ്പോൾ ഈന്തും പിടിയൊന്നും അറിഞ്ഞോളണമെന്നുണ്ടാവില്ല. പക്ഷെ എന്നാൽ അറിയണവരും ഉണ്ടാവാം. അപ്പോൾ ഞാൻ ഈന്തിൻ്റെ മരം ആദ്യം കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഈന്തിൻ്റെ മരം. ഉണ്ടോ ഈന്തിൻ്റെ ഇലകൾ? ഏകദേശം നമ്മളെ തെങ്ങിൻ്റെ ഓലേൻ്റെ ചെറിയൊരു സാദൃശ്യമുള്ള ഒരു രീതിയാണ് ഇത്. മടഞ്ഞിട്ട് പിന്നെ ആദ്യം പണ്ട് കാലത്തൊക്കെ ഇതിൻ്റെ ഈ ഇല മടഞ്ഞുകാണ്ട് വീടിനൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ കല്യാണ വീടുകളിൽ പണ്ട് കാലത്ത് കേട്ടോ, പണ്ട് കാലത്ത് കല്യാണ വീടുകളിൽ അലങ്കരിക്കാനായിട്ട് സൈഡിൽ ഇങ്ങനെ വരിയായിട്ട് ഈ ഇലകൾ ഇങ്ങനെ വെച്ചെടുക്കുന്നു. അതൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ, നല്ല രസമായിരുന്നു. പഴയ കല്യാണ വീട്ടിലൊക്കെ ഞാനൊക്കെ എൻ്റെ ചെറിയ കുട്ടിയായിരുന്ന സമയത്തൊക്കെ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെച്ചെടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ കായനെ കുറിച്ച് പറഞ്ഞില്ല. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നെല്ലിക്കേൻ്റെ ഒക്കെ അത്ര വലുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാവുന്നതാണ് ഈന്തിൻ്റെ കായ, അതായത് ഈന്ത്. അപ്പോൾ ഇപ്പോൾ ഇതിൽ കായ ഉണ്ടാവുന്ന സീസൺ അല്ല, പക്ഷേ എന്നാലും ഞാൻ ഈന്തിൻ്റെ കായകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ അടുത്ത് തന്നെ ഒരു ഒരാളുണ്ട് ഈന്തിൻ്റെ കായകൾ ശേഖരിച്ച് അത് വിൽക്കുന്ന ഒരാളുണ്ട്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം ഈന്തിൻ്റെ കായ എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് വേറൊരു കുഞ്ഞു മരമാണ്. ഇത് ഉണ്ടായി വരുന്നുള്ളൂ കേട്ടോ, കണ്ടില്ലേ? ഇതിന് വലിയ മരമാവും. ഒറ്റത്തടി മരമാണ് കേട്ടോ ഈ ഈന്ത്. അതിൻ്റെ പ്രത്യേകത അതാണ്, ഒറ്റത്തടിയുള്ള മരമാണ്. പിന്നെ ഈന്ത് പണ്ടുള്ള കാലത്ത് വൈദ്യന്മാർ പിന്നെ വാദത്തിനും നീരിനൊക്കെ ഉള്ളൊരു മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നു ഈന്ത്. ഞാൻ നേരത്തെ പറഞ്ഞ ഷംസീർ എന്നാണ് അയാളെ പേര്. അപ്പോൾ ഷംസീറിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ ഓരോ പണികളിലാണ്, ഈന്തും കായൻ്റെ ഓരോ പരിപാടികളിലാണ്. എന്താണ് ഷംസീർ, സുഖല്ലേ? അപ്പോൾ ഇതാണല്ലേ പച്ചക്കായ? അങ്ങനെ വെച്ചിട്ട് വെട്ടും അല്ലേ? ഉണങ്ങിയാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോരും. അങ്ങനെ ഇത് അങ്ങനെ പൊളിച്ചതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് ഇത് അല്ലേ? വെട്ടിയിട്ട് 2 ദിവസമായിട്ടുള്ള ആണ്. ഇതിപ്പോൾ കഴുകൊന്നും ചെയ്യാതെ നിങ്ങൾ ഇതേപോലെ ഇട്ടേക്കല്ലേ? ഇതാ കണ്ടോ? ഇതിപ്പോൾ അങ്ങനെ ആ പച്ചക്കായ വെട്ടിയിട്ട് ഒരു ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഒരു ദിവസമായിട്ടുള്ള കായകളാണിത്. അപ്പോൾ അവരിത് കഴുകിയിട്ടൊന്നുമില്ല, ഇപ്പോൾ ഇത് കഴുകൂല അല്ലേ? അവിടെ മുകളിൽ കഴുകി വെച്ചുണ്ട്. അപ്പോൾ ഇത് എത്ര ദിവസം ഉണങ്ങണം? ഇങ്ങനെ ഇതിങ്ങനെ കഴുകാതെ 5-6 ദിവസം ഉണങ്ങണം. എന്നിട്ട് പിന്നെ കഴുകിയിട്ട് ഒരു ദിവസം കഴിഞ്ഞാൽ അന്ന് തന്നെ പൊടിക്കും. ഉണങ്ങാതെയും പറ്റും. പിന്നെ അതേമാതിരി കുതിർത്തിട്ട് നമുക്ക് മില്ലിൽ പോയി പൊടിക്കാം. എന്നിട്ട് വറുക്കണ ആൾക്കാരുണ്ട്, നമ്മൾ വറുത്തിട്ട് അങ്ങനെ ഉപയോഗിക്കാം. ഇത് മില്ലിൽ കൊണ്ടുപോയിട്ടാണ് പൊടിപ്പിക്കുക. കഴുകൽ എന്തായാലും നിർബന്ധമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് 4-5 ദിവസം ഇങ്ങനെ കഴുകാതെ ഇങ്ങനെ ഉണക്കി വെക്കും. എന്നിട്ട് പിന്നെ ഒരു ദിവസം കഴുകിയിട്ട് അത് പിന്നെ ഒരു ദിവസം വെയിലത്തിട്ട് കഴുകിയത് അവിടെ ഓരോ വീടിൻ്റെ മുകളിലുണ്ട്. നമുക്ക് അതൊന്നും കൂടി കാണാം. അപ്പോൾ ഇതാണ് കഴുകിയ സാധനം. വൈകുന്നേരം 3 മണിവരെയൊക്കെ ചെറിയ നനവുണ്ട്. മില്ല് കൊണ്ടുപോയി പൊടിക്കും. നാളെ തന്നെ പൊടിക്കാം. അപ്പോൾ ഒരു ദിവസം നല്ലപോലെ ഇന്ന് തന്നെ പൊടിക്കാം അല്ലേ? അപ്പോൾ ഇതാണിതാ കണ്ടോ, കഴുകി ഫ്രഷ് ആയിട്ടുള്ള ഈന്തും കായകളാണിത്. കണ്ടില്ലേ? അവിടെ അപ്പോൾ നമുക്ക് കഴുകി ഉണക്കി വെച്ചതുണ്ട് ഒരിക്കൽ പൊടിക്കാനുള്ളത്. അപ്പോൾ അതും കൂടി കാണണം. ഇതാണ് നമുക്ക് പൊടിക്കാനുള്ള സാധനം. നല്ലോണം ഉണങ്ങിയതാണ്. എല്ലാ ഉണക്കായി കഴുകി വെച്ചതാണ്. നല്ല സൗണ്ട് ഉണ്ട്. ഇങ്ങനത്തെ ഈ ഒരു സൗണ്ട് വരുമ്പോൾ ഉണക്കാവുമ്പോൾ ഒന്നും കുഴപ്പമില്ല. ഇത് കൂടുതൽ ഇനി നമുക്ക് പൊടി കിട്ടണമെന്നുണ്ടെങ്കിൽ പൊടിച്ചതിന് ശേഷം ഒന്ന് വറുത്ത് വെച്ചാൽ ഒന്നും കൂടി കുറേ ദിവസം നിൽക്കൂലേ? കേടുവരാതെ നിൽക്കൂലേ? അപ്പം കുഴപ്പമില്ല. സാധനം എല്ലാം കഴിഞ്ഞ് കഴുകി പൊടിക്കാനായിട്ട് റെഡി ആക്കി വെച്ചിട്ടുള്ള കഴിഞ്ഞു. ഓ കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഉണക്കലും ഒക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ്. ഇനി ഇത് വർക്ക് പൊടിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് വിൽക്കുമ്പോൾ എങ്ങനെയാ വില? ഞാനിവിടെ നാട്ടിലൊക്കെ 320 പൊടിക്കോ? പുറത്ത്
നമ്മളെ കുഴിമണ്ണയിലും പരിസര പ്രദേശത്തും 20 രൂപയൊക്കെ 100 രൂപ കൊടുക്കും. കുറച്ചപ്പുറത്തൊക്കെ നമുക്ക് 10 രൂപ കിലോ വെച്ചിട്ട് കുറച്ചൊരു കൂട്ടി കൊടുക്കും. പിന്നെ പൊടി അല്ലാതെ ഇങ്ങനെ കൊടുക്കണം. ഇപ്പൊ നമ്മൾ ഇവിടെ 290 രൂപ കൊടുക്കുന്നുണ്ട്. 290. അതിന് 10 രൂപ പൊടിക്കാനാവും. പിന്നെ അതിന് പൊടിക്കണമെങ്കിൽ അതിന്റെ ശേഷം നമ്മൾ മില്ല് നന്നാക്കാൻ കുറച്ച് ഗോതമ്പോ എന്തെങ്കിലും പച്ചരിയോ ഗോതമ്പോ എന്തെങ്കിലും കൊടുക്കണം. മില്ല് നന്നാക്കാൻ വേണ്ടിയിട്ട് ഇത് പൊടിച്ചതിന് ശേഷം പച്ചരിയോ ഗോതമ്പോ എന്തെങ്കിലും കൊടുക്കണം അല്ലേ? ചെറിയൊരു എന്താ പറയാ ലാഭമൊന്നുമില്ല. നിങ്ങൾ എങ്ങനെ ഇപ്പൊ ഈ പരിപാടിക്ക് വന്ന എന്താ സംഭവം? പരിപാടിക്ക് എനിക്കറിയില്ല, ഞാൻ ബസ് പണിക്കാരനായിരുന്നു. അപ്പൊ കഴിഞ്ഞ മാർച്ചില് പണിയില്ലാതായി. വെറുതെ 2 മാസം കൊറോണ എല്ലാരും ബാധിച്ചു. അതുപോലെ ബസ് പണിക്കാരെ നല്ലോണം ബാധിച്ചിട്ട് ഒരു കാര്യമാണ് കൊറോണ. അപ്പൊ ഞാൻ അലഞ്ഞു നടന്നു. അപ്പൊ 2 മാസം നടന്നു. പിന്നെ ഇവിടെ പരിസരത്ത് കുറച്ച് മരങ്ങളുണ്ട്. അപ്പൊ കൊടുക്കുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ വെറുതെ നിങ്ങൾ എടുത്തു. അപ്പൊ എടുത്തപ്പോ അങ്ങനെ പച്ച വെക്കാൻ പറഞ്ഞു. ഉപ്പിയൊക്കെ പച്ച വെച്ചിട്ട് 55 രൂപയൊക്കെ കിട്ടും കിലോക്ക്. ആയിക്കോട്ടെ പച്ച കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ വെട്ടിയപ്പോ എനിക്ക് തോന്നി ഏതായാലും പണിയില്ലല്ലോ, അന്ന് ഉണക്കിയിട്ട് അതിന്റെ പരിപ്പ് വെക്കാന്നായി. അപ്പൊ അങ്ങനെ ഉണക്കി പരിപ്പ് കണ്ടപ്പോ എനിക്ക് തോന്നി പിന്നെയും പണിയില്ല, ബസ്സില്ല. അത് പൊടിച്ചിട്ട് പൊടിയാക്കി കൊടുത്താൽ എങ്ങനെയൊക്കെ തോന്നി. അപ്പൊ ആ പരിപാടി ഇപ്പം ഏകദേശം ചെറിയ രൂപത്തിലൊക്കെ ചെറിയൊരു നമ്മള് നിത്യജനമുള്ള വകയൊക്കെ നമുക്ക് കിട്ടും. ബസ്സില്ല ഇപ്പോഴും തുടങ്ങിയില്ല. ബസ് തുടങ്ങിയാൽ പിന്നെ പോകേണ്ടി വരും. ഇവിടെ സീസൺ കച്ചവടമാണല്ലോ, ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇതിന്റെ ഇത് കഴിഞ്ഞു. ഇതിപ്പോ ഏത് സമയത്ത് ഉണ്ടാവത്? ഇത് കാര്യമായിട്ടും കർക്കിടകത്തില് വിളവെടുപ്പിന്റെ സമയം കർക്കിടകം. എനിക്ക് ഇതിനായിട്ട് അറിയില്ല, പണ്ടത്തെ വല്യമ്മയൊക്കെ പറഞ്ഞ അറിവുള്ളൂ. തിരിഞ്ഞതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പൊ ഇവിടുത്തെ ഈന്ത് പറഞ്ഞാൽ നല്ല ഫ്രഷ് ഈന്താണ്, ഒരു മായ ഒന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ കടകളിലൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലൊക്കെ മായങ്ങളൊക്കെ ചേർക്കാതിരിക്കില്ലല്ലോ. ഇതിൽ അടിപൊളി സംഭവങ്ങളാണ്, ഒന്നും ചേർത്തിട്ടില്ല. ഫ്രഷ് ഈന്ത് മരത്തിൽ നിന്ന് പറിക്കുക, ഞാൻ കാണിച്ചതില്ല അതേ രീതിയിൽ ഉണ്ടാക്കുക, മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുക, ഒരു ആവശ്യക്കാർക്ക് കൊടുക്കുക. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ അവർ ഹോം ഡെലിവറി ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഇവരെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ വീട്ടിൽ ഈന്തും ബീഫും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് അടുത്ത വീഡിയോയിൽ കാണാം.